ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മണിക്കുട്ടിയും മുത്തും കൂടി കാറിൽ സ്കൂളിലേക്ക് പോവാണ് കൃഷ്ണയുടെ കൂടെ. അപ്പോൾ പോകുന്ന സമയത്ത് മണിക്കുട്ടി ആകെ വിഷമിച്ചിട്ട് ഇരിക്കും കേട്ടോ. ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട്, മണിക്കുട്ടി നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ബാഗ് ഇങ്ങനെ നടുക്ക് വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബാഗ് എടുത്ത് മാറ്റിയിട്ട് മണിക്കുട്ടിനെ മുത്തിൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുവാണ്. അതിനുശേഷം മുത്തിന് മണിക്കുട്ടി തോളോട് തോട് ചേർത്തതിന് ശേഷം മണിക്കുട്ടീനെ ഇങ്ങനെ, അതായത് തോളത്തിങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ തന്നെ കൃഷ്ണ ആ ക്ലാസ്സിൽ കൂടി ഇങ്ങനെ കാണുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, രക്തബന്ധമാണെന്ന് പരസ്പരം പറയാണ്ട് പോലും അവരുടെ ആ ഒരു സ്നേഹം കണ്ടില്ലേ, ശരിക്കും ചേച്ചി അനിയത്തിനെ പോലെ തന്നെയാണ് അവരിപ്പോൾ സ്നേഹിക്കണത് എന്നൊക്കെ അങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ മണിക്കുട്ടീനെ മുത്ത് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കണത് നമ്മുടെ ഭരത്തിനെയും ജയമോഹിനിനെയാണ്. ഭരത് ഇങ്ങനെ ജയമോഹൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ ഇവിടെ ആകെ കുളമായിക്കൊണ്ടിരിക്കുക. അതെ, ആ നാശം പിടിച്ച കൊച്ചിനില്ല ചേച്ചി അളിയനും കൂടിയിട്ട് ഇവിടെ വളർത്താനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. ആ നാശം പിടിച്ചവള് രാധിക ഇവിടുന്ന് പോയിട്ട് സമാധാനത്തിൽ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കൊച്ചിനെയും കൂടി എടുത്ത് വളർത്തണേന്നൊക്കെ പറയുമ്പോൾ ജയമോഹന് പറയുന്നുണ്ട്, അവളുടെ ഉദ്ദേശം എന്തായാലും ഞാൻ നടത്തില്ല. എന്തായാലും ആ നാശം പിടിച്ചവൾ പോയല്ലോ എന്ന് പറയുമ്പോൾ ഭരത് പറയുന്നുണ്ട്, അവൾ എങ്ങനെ പോയെന്നാ പറയണത്, നമ്മുടെ പ്ലാൻ കൊണ്ടൊന്നും മരിച്ചതല്ലോ, അവള് പ്രതാപ് കൊന്നതല്ലേ എന്നിങ്ങനെ പറയുവാട്ടോ. ആരാണെങ്കിലും അവളുടെ ആയുസ് തീർന്നു, അതുകൊണ്ട് അവൾ മരിച്ചു. അതുപോലെ തന്നെ ആ മണിക്കുട്ടിനെ ഇവിടെ നിന്ന് ഓടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ഭരത് പറയുന്നുണ്ട്, അമ്മ രാധികനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഈ വീട്ടിലുണ്ടായിരുന്നു. പണിയെടുക്കുമായിരുന്നു, പാത്രം കഴുകുമായിരുന്നു, തുണി അലക്കുമായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. ഈ കൊച്ചിനെ കൊണ്ട് എന്ത് ഉപകാരം എവിടെ ഉള്ളത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ജയമോഹൻ പറയണ്ട, അതേടാ, ഒരു ഉപകാരമില്ലാത്ത ഇവളെ ഇവിടെ നിർത്താൻ പറ്റില്ല, എൻ്റെ മുത്തും കൂടി ചീത്തായി പോകും. മുത്ത് രാജകുടുംബത്തിൽ ജനിച്ച കൊച്ചാ മുത്ത്. അതിൻ്റെ ഒരു റോയൽ കാര്യങ്ങളൊക്കെ അവൾക്കുണ്ട്. അതിൻ്റെ കൂടി ഈ തെണ്ടിപ്പെണ്ണിനെയും കൂടി വളർത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അച്ഛനാരാണ് അന്നറിയാത്ത ആ കൊച്ചിനോട് വളർത്തേണ്ട ഒരു കാര്യമില്ല. ഇതിപ്പോൾ തന്നെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കാവ്യം കൃഷ്ണയും കൂടി ആ കൊച്ചിനെ ദത്തെടുത്ത് വളർത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ആ കൊച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ എന്നൊക്കെ അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭരത്ത് വേണ്ട, അതേ അമ്മേ, അവൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചേ പറ്റൂ എന്നൊക്കെ പറയുക കേട്ടോ. ജയമോഹൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് നല്ലൊരു സൂപ്പർ പ്ലാൻ ഉണ്ടടാ എന്ന് പറയുമ്പോൾ, പ്ലാനോ, എന്ത് പ്ലാനാണ് അമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ, അതൊക്കെ ഉണ്ട്, അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാകും എന്ന് പറയുക കേട്ടോ. പിന്നെ കാണിക്കേണ്ടത് സ്കൂളിലാണ്. സ്കൂളിൽ ലഞ്ച് ടൈമിൽ നമ്മുടെ മണിക്കുട്ടി അതുപോലെ തന്നെ മുത്തും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. അപ്പം മുത്ത് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മണിക്കുട്ടി ടിഫിൻ ബോക്സ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്ത് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. ആദ്യം മുത്ത് ശ്രദ്ധിക്കില്ല കേട്ടോ, ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് മുത്ത് നോക്കുമ്പോഴേക്കും മണിക്കുട്ടി ഭക്ഷണം കഴിക്കണേ ഇല്ല. മണിക്കുട്ടി, നീ എന്താ ഭക്ഷണം കഴിക്കാത്ത, അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന ഭക്ഷണമല്ലേ, നീ എന്താ കഴിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ, മുത്തേ എനിക്ക് ഒട്ടും വിശപ്പില്ല മുത്തേ, അതുകൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നീ ഭക്ഷണമേ കഴിക്കാറില്ല, നിനക്കിടക്ക് തലചുറ്റലും കാര്യങ്ങളൊക്കെ വരാറുള്ളതല്ലേ, ഡോക്ടർ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് ആരോഗ്യമുള്ള ഫുഡൊക്കെ കഴിക്കണമെന്ന്, അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കണം എന്ന് പറയുവാണ്. മുത്തേ എനിക്ക് കഴിക്കാൻ പറ്റാനിട്ടാ മുത്തേ, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് മുത്ത് പെട്ടെന്ന് ടിഫിൻ ബോക്സ് അങ്ങനെ മൂടി വെക്കുവാണ്. ആ സമയത്ത് മണിക്കുട്ടി പറഞ്ഞു, അയ്യോ വേണ്ട മുത്തേ, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി ടിഫിൻ ബോക്സ് തുറക്കുവാണ്. ശേഷം ഇങ്ങനെ കിള്ളിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാണ്ട്. ആ സമയത്ത് മുത്ത് മണിക്കുട്ടിയുടെ ടിഫിൻ ബോക്സിൽ നിന്ന് ആ ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ട് മണിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുവാണ്. അതിനുശേഷം മണിക്കുട്ടി മുത്തിനും വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം ഭക്ഷണം അങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കണത് മുത്ത് പാത്രമൊക്കെ ഇങ്ങനെ കഴുകി വെക്കണതാണ്. അപ്പോഴും മണിക്കുട്ടി ഒരു മൂലക്കിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്ത് പാത്രമൊക്കെ കഴുകിയിട്ട് മണിക്കുട്ടി അടുത്തേക്ക് വരുന്നുണ്ട്. മണിക്കുട്ടി, നീ ഏതു നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവും, അമ്മയില്ലെങ്കിലുള്ള വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. എൻ്റെ അമ്മ പെട്ടെന്നൊരു ദിവസം എൻ്റെ അടുത്ത് ഇല്ലാതാണെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമമാണ്. അപ്പം നിൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നീ ഇങ്ങനെ എന്ന് വെച്ചാൽ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവും മണിക്കുട്ടി. നീ എന്തായാലും ഭക്ഷണം കഴിക്കണം, പഠിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിനക്കും ഇല്ല. നിനക്കൊരു കാര്യം അറിയാമോ, നമ്മുടെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിനെ പറയുന്നുണ്ട് കേട്ടോ, അവൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അറിയാം, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന കൊച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, അവൾക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാ. അവളുടെ അവസ്ഥയൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നിട്ടും അവൾ ജീവിക്കുന്നില്ലേ, അതുപോലെ നമുക്ക് ജീവിച്ചല്ലേ പറ്റും മണിക്കുട്ടി, നീ എങ്ങനെയെങ്കിലൊക്കെ അതൊക്കെ പതുക്കെ പതുക്കെ മറന്നു തുടങ്ങണം എന്ന് പറയുമ്പോൾ, മുത്തേ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, കണ്ണടച്ച എൻ്റെ അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറയുമ്പോൾ, മണിക്കുട്ടി നീ എങ്ങനെയെങ്കിലൊക്കെ മറക്കാൻ പറ്റില്ലെന്ന് അറിയാം, പക്ഷെ എങ്ങനെയൊക്കെ നീ റിക്കവർ ആകുമ്പോൾ വാ മണിക്കുട്ടി എന്നൊക്കെ പറയണേ. മണിക്കുട്ടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ.
അതിനുശേഷം അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ ഇങ്ങനെ തല രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരസ്പരം തോളോട് തോളിങ്ങനെ കിടക്കുവാണ്. അപ്പോഴേക്കും മിസ്സുമാരിങ്ങനെ നടന്നു വരുന്നുണ്ടാവും. അപ്പം വേറൊരു മിസ് ഇങ്ങനെ മിസ്സിനെ കാണിക്കേണ്ട ഒരു ക്ലാസ് മിസ്സിനെ നോക്കിക്കും മിസ്സേ അതെന്ന് പറയുമ്പോഴേക്കും മിസ്സിന് ഭയങ്കര സന്തോഷമാണ്. മിസ്സ് വേഗം തന്നെ മണിക്കുട്ടിയുടെ മുത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. ശേഷം നമ്മുടെ മണിക്കുട്ടി മുത്തിനോട് പറഞ്ഞു മുത്തേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മിസ്സ്. ആ മിസ്സോ എന്ന് പറഞ്ഞിട്ട് അവരുടെ എഴുന്നേൽക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി മുത്തേ എന്ന് പറയാണ്. മുത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നു എന്ന് മിസ്സ് പറയുവാട്ടോ. മുത്ത് നല്ലൊരു കുട്ടിയായി മാറി. മുത്ത് നല്ലൊരു കുട്ടിയാണ്, എൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റായി മാറി മുത്ത് എന്ന് ടീച്ചർ പറയുമ്പോൾ മുത്തിനെ സന്തോഷമാവണം. പിന്നെ മുത്ത് നല്ല കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ എന്താന്ന് മനസ്സിലായോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ഇല്ല മിസ്സേ എന്താന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടിക്ക് ആരും ഇല്ലാണ്ടായപ്പോൾ മണിക്കുട്ടിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നില്ലേ, അതൊക്കെ വലിയ മനസ്സിലുള്ളവർക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് മുത്തിനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്ന് മിസ്സ് പറയാണ്. മുത്തിനെ ഞാനൊരു സമ്മാനം തരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തിട്ട് അതിൽ നിന്നൊരു മഞ്ചെടുത്തിട്ട് മുത്തിനെ കൊടുക്കുക കേട്ടോ. ആ സമയത്ത് മുത്തിനെ താങ്ക് യു മിസ് എന്ന് പറഞ്ഞിട്ട് ആ സമ്മാനം മുത്ത് മേടിക്കുന്നുണ്ട്. ശേഷം മുത്ത് അത് നമ്മുടെ മണിക്കുട്ടിക്ക് കൊടുക്കണം ആ മഞ്ച്. മണിക്കുട്ടി പറയണ്ട വേണ്ട മുത്ത് കഴിച്ചോ കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ മിസ്സ് പറയണ്ടേ മണിക്കുട്ടിക്കും ഞാൻ തരാം മഞ്ചെന്ന് പറഞ്ഞിട്ട് മിസ്സ് വേറൊരു മഞ്ചെടുത്ത് മണിക്കുട്ടിക്ക് കൊടുക്കുവാണ്. ശേഷം മിസ്സ് പറയണ്ട് ശരിയെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നോ, ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിലേക്ക് കയറണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മിസ്സുമാർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാണ്. ശേഷം നമ്മുടെ മണിക്കുട്ടിയും മുത്തും കൂടിയിട്ട് ആ മഞ്ച് തുറന്നതിന് ശേഷം പരസ്പരം പങ്കുവെച്ച് കഴിക്കുവാട്ടോ. അത് കണ്ടുകൊണ്ട് നമ്മുടെ മിസ്സുമാർ ചിരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി, അതായത് സ്കൂളിലേക്ക് കയറി പോവാണ്. ശേഷം കാണിക്കുന്നത് കൃഷ്ണനെയും കാവ്യേനെയാണ്. കൃഷ്ണയും കാവ്യം ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാവ്യ പറയുന്നുണ്ട് കൃഷ്ണ എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നില്ല. രാധിക ചോരയെ കുളിച്ച് നിലവിളിച്ച് കരഞ്ഞത് എൻ്റെ ചെവിയിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അതൊരു ഷോക്ക് പോലെ ഇരിക്കുന്നു. അതൊക്കെ യാഥാർത്ഥ്യമാണോ സ്വപ്നമാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എൻ്റെ അവസ്ഥ അത് തന്നെയാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാവ്യ പറയുന്നുണ്ട് അപ്പം മണിക്കുട്ട കാര്യം കൃഷ്ണ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടി എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും എന്ന് പറയുമ്പോൾ കൃഷ്ണ ശരിയാണ് എന്ന് പറയാണ്. എനിക്ക് കൃഷ്ണ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന് കാവ്യ പറയുമ്പോൾ എന്താണോ കാര്യം ചോദിക്കുമ്പോൾ അത് മണിക്കുട്ടിനെ നമ്മുടെ മകളായിട്ട് ഇവിടെ വളർത്തിയാലോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണക്ക് വല്ലാത്ത സന്തോഷമാവാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ കാവ്യ പറയുന്നുണ്ട് കൃഷ്ണ അതില്ലേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കൃഷ്ണ മണിക്കുട്ടിനെ മുത്തിനെ രണ്ടും രണ്ടായിട്ട് കാണരുത്, രണ്ടുപേരും നമ്മുടെ മക്കളാണ്, ആ രീതിയിലേ കാണാവൂ, സ്വന്തം മക്കൾ എന്ന് പറയുമ്പോൾ കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ലെങ്കിലും മണിക്കുട്ടി എൻ്റെ സ്വന്തം മകൾ തന്നെയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരും കേട്ടോ. അതിൽ വനിതാ പോലീസാണ് വരുന്നത്. അത് കൃഷ്ണയുടെയും കാവ്യയുടെ അടുത്തേക്ക് വരുവാണ്. കാവ്യ മേഡമോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇവിടെ വെച്ചിട്ടല്ലേ രാധിക മരിച്ചത്, അതേ മേഡം. രാധികയ്ക്ക് ഒരു മോളുണ്ടായിരുന്നില്ലേ, അവൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ സ്കൂളിൽ പോയി മാഡം. എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? മണിക്കുട്ടി. മണിക്കുട്ടി അല്ലേ. രാധികക്ക് നാട്ടിൽ എവിടെയാണ് രാധികയുടെ സ്ഥലം എന്ന് പറയുമ്പോൾ അത് മറവത്തൂരാ മാഡം എന്ന് കാവ്യ പറയുന്നുണ്ട്. അവിടെ അവർക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ലേ എന്ന് ആ പോലീസ് ചോദിക്കുമ്പോഴേക്കും കാവ്യ പറയുന്നുണ്ട് ഇല്ല വേറെ ബന്ധുക്കളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അവരുടെ ഭർത്താവിനെ കുറിച്ച് അറിയില്ല മാഡം എന്ന് കാവ്യ പറയുമ്പോഴേക്കും ആ പോലീസുകാരി പറയുന്നുണ്ട് ദുഷ്ടൻ വിശ്വാസവഞ്ചന കാണിച്ച് അവളെ ചതിച്ചതായിരിക്കും എന്ന് പറയുവാണ്. അതിനുശേഷം മണിക്കുട്ടീനെ എന്തായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം കേട്ടോ, അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല. അയ്യോ അതെന്താ മേഡം എന്ന് കൃഷ്ണയും കാവ്യം ചോദിക്കുമ്പോൾ അമ്മ മരിച്ച കൊച്ചല്ലേ, ആ കൊച്ചിനെ ഇവിടെ നിർത്തണമെങ്കിൽ ലീഗലി കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവരണം. ആ കൊച്ചിനെ അനാഥാലയത്തിൽ നിർത്താനേ പറ്റുള്ളൂ, ഇവിടെ നിർത്തിക്കാൻ വല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവും. കാവ്യക്കും കൃഷ്ണക്കും അറിയാമായിരിക്കുമല്ലോ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പിള്ളേരെ ഇങ്ങനെ ഒരു ആൾക്കാർ ബന്ധുവില്ലാത്ത ഒരു ആൾക്കാരുടെ വീട്ടിൽ ഇങ്ങനെ നിർത്താൻ പാടില്ല. നിർത്തണമെങ്കിൽ തന്നെ അത് പ്രത്യേകിച്ച് ആ പെൺകൊച്ചിൻ്റെ അമ്മ അതായത് ആക്സിഡൻറ്റിൽ മരിച്ചതൊന്നും അല്ലല്ലോ, കുത്തിക്കൊന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിന് കുറച്ച് നിയമ നടപടികളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ നിർത്താൻ പറ്റില്ല. ആ കൊച്ച് സ്കൂൾ വിട്ട് വരുമ്പോൾ സ്റ്റേഷനിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ആ കൊച്ചിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരി പോവാണ്ട് കൃഷ്ണയും കാവ്യം കൂടി അയ്യോ നമ്മൾ എന്ത് ചെയ്യും കൃഷ്ണനെ, മണിക്കുട്ടിനെ വിട്ടയക്കാൻ പറ്റുമൊന്നുമില്ല എനിക്ക് എന്ന് കാവ്യ പറയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.